ചന്ദനമഴ എന്ന സീരിയലിലെ അമൃതയായിട്ടാണ് നമുക്ക് മേഘ്നയെ കൂടുതൽ അറിയാന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മേഘ്ന എന്നല്ല, അമൃത എന്നേ ഇന്നും മലയാളികൾക്ക് ഈ കുട്ടിയെ കാണുമ്പോൾ ഓർമ്മ വരാറുള്ളൂ. നീണ്ട മുടിയും ശാലീന സൗന്ദര്യവും എപ്പോഴും സാരിയൊക്കെ ചുറ്റി നല്ല ഒരു മലയാളി കുട്ടിയായി ദേശായി കുടുംബത്തിലെ മരുമകളായി കയറിയെത്തിയ അമൃതയെ അന്ന് തൊട്ടേ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ്. ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലിലെ നായികയായ അമൃത പിന്നീട് വിവാഹം കഴിച്ച് ഒരു വലിയ ഇടവേളയിലേക്ക് മാറി. അതിനുശേഷം വിവാഹബന്ധമൊക്കെ പോയി. അതിനുശേഷം വലിയൊരു ഡിപ്രഷനിലൂടെ കടന്നു വന്ന അമൃത പിന്നെ വലിയൊരു തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. മേഘ്ന വിൻസെന്റിന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ വലിയ വാർത്തയായിരുന്നു. ചന്ദനമഴ എന്ന സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മേഘ്നയുടെ വിവാഹം. ഡോൺ ടോമി എന്നായിരുന്നു ഭർത്താവിന്റെ പേര്. നടി ഡിംപിൾ റോസിന്റെ സഹോദരനാണ് ഡോൺ ടോമി. വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലത്തിനുള്ളിൽ മേഘ്നയും ഡോണും വേർപിരിഞ്ഞു. പലതവണ ഇതിന് കാരണം എന്തെന്ന് ചോദ്യം വന്നെങ്കിലും കാരണം വ്യക്തമാക്കാൻ മേഘ്ന തയ്യാറായില്ല. കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയേണ്ടവർക്കറിയാം. പിന്നെ നമുക്ക് കോടതിയുടേതായ ചില നിയമങ്ങളുണ്ട്. അതിനാൽ തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ തുറന്നു പറയുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ്. എൻ്റെ ഓപ്ഷൻ പറയണ്ട എന്നാണ്. നാളത്തേക്ക് എനിക്കറിയില്ല. പറഞ്ഞിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്, എന്തായിരിക്കും കാരണമെന്ന് ആളുകൾക്ക് കൗതുകമുണ്ടാകും. അവർക്കറിയാൻ പറ്റും. പിന്നെ അവർക്കതൊരു കഥയാകും. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കല്യാണം എന്നത് ജീവിതത്തിലെ ഒരു സന്തോഷം മാത്രമാണ്. അത് മാത്രമാണ് ജീവിതമെന്നും സന്തോഷമെന്നും കരുതുന്നില്ല എന്നും മേഘ്ന പറയുന്നുണ്ട്. വിവാഹ ജീവിതത്തിൽ ഹാപ്പി അല്ലെങ്കിൽ താലി കെട്ടിയെന്നോ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടോ ഒരു പ്രയോജനവുമില്ലെന്നും ഇവർ പറയുന്നുണ്ട്. ഒരു താലി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ലെന്ന് മേഘ്ന പറയുന്നു. എല്ലാ കാര്യങ്ങളും നിന്റേത് എന്ന് ചിന്തിക്കാതെ നമ്മൾ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന വ്യക്തിയാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് മേഘ്ന പറയുന്നത്. കാശും പണവുമല്ല, നല്ല മനുഷ്യനായിരിക്കണമെന്നും മേഘ്ന പറയുന്നു. വിവാഹമോചിതയാകുന്ന മകളാണ് മരിക്കുന്ന മകളെക്കാൾ നല്ലതെന്നാണ് മേഘ്നയുടെ അമ്മ പറയുന്നത്. എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് അമ്മ പറയുന്നുണ്ട്. തെറ്റായി വരുമെന്ന് വിചാരിച്ചല്ല ഒരു തീരുമാനം എടുക്കുന്നത്, തെറ്റായി പോകുന്നതാണെന്നും അമ്മ പറഞ്ഞു. മകളുടെ വിവാഹമോചനത്തിൽ തനിക്കെതിരെ സംസാരിച്ചത് ഒരു കുടുംബമാണ്. താനെന്ന് നിശബ്ദമായിരുന്നുവെന്നും അമ്മ പറഞ്ഞു. എന്നാൽ താൻ അനുഭവിച്ച വേദനകളെക്കുറിച്ച് മേഘ്ന വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പല ഷൂട്ടിംഗ് സെറ്റുകളിലും തനിക്ക് ആ സമയത്തൊന്നും ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. രാത്രിയൊന്നും ഉറങ്ങാതെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇടയ്ക്കിടെ ബോധം പോകുന്ന അവസ്ഥയായിരുന്നു. കാരണം അബോധാവസ്ഥയിലേക്ക് താൻ പോകുന്നു. മാനസികമായി അത്രയും തകർന്നിരുന്നു. കണ്ണൊന്നും തുറക്കാൻ പറ്റാതെ ഉറക്ക സമയത്ത് ആ സീരിയലുകളിൽ ആ സമയത്ത് നോക്കിയാൽ വിവാഹം കഴിഞ്ഞ സമയത്ത് തൻ്റെ കണ്ണൊക്കെ എപ്പോഴും നിറഞ്ഞിരുന്നു എന്നും വീർത്തിരുന്നു എന്നും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തനിക്ക് വന്ന മാറ്റമെന്നും മേഘ്ന പറയുന്നുണ്ട്. തൻ്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കാതിരിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി പിന്നെയും അഭിനയത്തിലേക്ക് വന്നു. ഒരുപാട് പൈസ തനിക്ക് വേണ്ടി ചെലവാക്കാൻ തൻ്റെ കുടുംബത്തിനില്ലായിരുന്നു എന്നും താൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നതെന്നും അമൃത പറയുന്നുണ്ട്.